വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഡ്ജ് ഓഫ് ദി ബോർഡ് ഓൺ വിച്ച് ടി സ്ക്വയർ ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഈസ് കോൾഡ് ഇറ്റ്സ് സ്ട്രെയിറ്റ് എഡ്ജ്, കർവ്ഡ് എഡ്ജ്, വർക്കിംഗ് എഡ്ജ്, ഷാർപ്പ് എഡ്ജ്. ആൻസർ സി ആണ്, വർക്കിംഗ് എഡ്ജ്. ഇത് ടി സ്ക്വയറിൽ നിന്ന് വന്നേക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടേ. ടി സ്ക്വയറിൻ്റെ കോഡ് ഒന്ന് അറിഞ്ഞിരിക്കണം. ടി സ്ക്വയറിന് വേണ്ടിയിട്ടുള്ള കോഡ് നമ്പർ 13601989 ആണ് ടി സ്ക്വയേഴ്സിന് യൂസ് ചെയ്യുന്ന കോഡ് ബുക്ക്. അതുപോലെ തന്നെ ടി സ്ക്വയറിന് മെയിനായിട്ട് 2 പോർഷൻസ് ആണുള്ളത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഹൊറിസോണ്ടലി വരുന്ന പോർഷനെ നമ്മൾ ബ്ലൈഡ് എന്നും വെർട്ടിക്കലി വരുന്ന പോർഷനെ ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുമാണ് പറയുന്നത്. പൊതുവേ ടി സ്ക്വയേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടി സ്ക്വയേഴ്സ് ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ ബിവൾഡ് വർക്കിംഗ് എഡ്ജ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടി സ്ക്വയറിലൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. So next question, one of the edge of drawing board on which the T-square is made to slide is called working edge, straight edge, level edge, curved edge. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതി ചോദിച്ചേക്കുന്നതാണ്. സോ ആൻസർ വരുന്നത് വർക്കിംഗ് എഡ്ജ്. ആൻസർ വർക്കിംഗ് എഡ്ജ്. തേർഡ് വൺ, to prevent the warping of the board, dash are created at its back. വാർപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രേസസ്, ബാറ്റേൺസ്, വിന്നീസ്, ലെഡ്ജേഴ്സ്. സോ നമ്മൾ വാർപ്പിംഗ് ഒഴിവാക്കാൻ ഡ്രോയിങ് ബോർഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്റേൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 2 parts ഓഫ് ടി സ്ക്വയേഴ്സ് ആർ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ടങ് ആൻഡ് ഗ്രൂ, ബ്ലൈഡ് ആൻഡ് സ്റ്റോക്ക്, ടെയിൽ ആൻഡ് ബാറ്റേൺ, നൺ ഓഫ് ദീസ്. നമ്മൾ പറഞ്ഞു എന്താണ് വരുന്നത്. ഹൊറിസോണ്ടൽ പോർഷനെ ബ്ലൈഡ് എന്നും വെർട്ടിക്കൽ പോർഷനെ ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുമാണ് പറയുന്നത്. ദ ടി സ്ക്വയർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഡാഷ് ലൈൻസ്. ഇതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. എന്തിനാണ്? ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, angle in multiples of 50 degrees are constructed by the combined use of dash and dash. T square and z square, T square and scales, protractor and z square, none of these. അപ്പോൾ 50 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടി സ്ക്വയറിൻ്റെയും സെഡ് സ്ക്വയറിൻ്റെയും കോമ്പിനേഷനാണ്. സോ ആൻസർ എ ആണ് വരുന്നത്, ടി സ്ക്വയർ ആൻഡ് സെഡ് സ്ക്വയർ. To draw or measure angle, dash is used. ആംഗിൾസ് മെഷർ ചെയ്യാനും ഡ്രോ ചെയ്യാനും ആണ് ചോദിച്ചിരിക്കുന്നത്. സെഡ് സ്ക്വയർ, ടി സ്ക്വയർ, പ്രൊട്രാക്ടർ, കോമ്പസ്. ആംഗിളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് വരുന്നത്, പ്രൊട്രാക്ടർ. 8th question, circle and arcs of circles are drawn by means of a divider, protractor, set square, compass. ആൻസർ വരുന്നത് കോമ്പസ്. ഓക്കെ, കോമ്പസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ സർക്കിൾസും മാർക്സും ഡ്രോ ചെയ്യാൻ തന്നെയാണ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഈ കോമ്പസ് മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളൊന്ന് ലാർജ് കോമ്പസ് ആണ്. ഫസ്റ്റ് വൺ ലാർജ് കോമ്പസ്, ലാർജ് ബോ കോമ്പസ്, സ്മോൾ ബോ കോമ്പസ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ കോമ്പസിൽ അറിഞ്ഞിരിക്കേണ്ട 3 ടൈപ്പ്. ഇതിൽ ലാർജ് ബോ കോമ്പസിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഒരു 200 mm വരെ, ശ്രദ്ധിക്കുക, അപ് ടു 200 ആണ്. 200 mm വരെയുള്ള സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 200 mm ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ അവിടെ നമ്മൾ ലെങ്തനിങ് ബാർസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താണ് ലെങ്തനിങ് ബാർസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി സ്മോൾ ബോ കോമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും 25 mm ആണ്. ഓക്കെ, 25 mm അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്ററിലുള്ള സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ഇനി വളരെ ചെറിയ റേഡിയസിലുള്ള സർക്കിൾസ് ഡ്രോ ചെയ്യാനാണെങ്കിലാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്.
Next question. For drawing large size circles, dash is attached to the compass. Stretching bar, lengthening bar, extra circle, long bar. സോ നമ്മൾ അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ വരുന്നത് ലെങ്തനിങ് ബാറാണ്. എന്ന് വെച്ചാൽ ലാർജ് സൈസിലുള്ള സർക്കിൾ വരയ്ക്കണമെങ്കിൽ കോമ്പസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ലെങ്തനിങ് ബാർ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. സർക്കിൾസ് ഓഫ് സ്മോൾ റേഡിയേ ആർ ഡ്രോൺ ബൈ മീൻസ് ഓഫ് എ ആർക്ക് കോമ്പസ്, ബോ കോമ്പസ്, സ്പ്രിംഗ് കോമ്പസ്, സിമ്പിൾ കോമ്പസ്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ബോ പെൻസിൽ കോമ്പസ് ആണ് പൊതുവേ ഈ ചെറിയ സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മോൾ റേഡിയസിലുള്ള സർക്കിൾസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബോ കോമ്പസ്. Bow compass is used for drawing very large circles, drawing inscribed circle, drawing very small circles, drawing irregular circle. So answer വരുന്നത് very small circles draw ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So option C. Measurement from the scales to the drawing are transferred with the aids of compass, divider, mini drafter, T-square. So answer ഡിവൈഡർ ആണ്. ഒരു ഫിഗറിലുള്ള അതേ മെഷർമെൻറ്റ് മറ്റൊരു സ്ഥലത്തോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വെച്ചാൽ അതേ ഡയമെൻഷൻ തന്നെ മറ്റതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡിവൈഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.